ഹലോ, ഇന്ന് നമ്മുടെ കൂടെ സ്റ്റീഫൻ ഇല്ല. പക്ഷേ അതിന് പകരം വേറെ കുറച്ച് ആൾക്കാരുണ്ട്. അതിൽ ഒരാളെ നിങ്ങൾ നന്നായിട്ട് അറിയാം. നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പുറപ്പെട്ടു കേട്ടോ. പോകുന്ന വഴിക്ക് നമുക്കൊരു സാധനം കാണാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇറങ്ങിയതാണ്. ഇവിടെ ഒരാളുണ്ട്, നിങ്ങൾ നന്നായിട്ട് അറിയുന്ന ഒരാളാണ്. ഹലോ, മുജീബ് ഖാൻ. പിന്നെ ഷമീർ ഖാൻ. ഷമീർ ഖാനെ പരിചയപ്പെടാം. ഇവിടെ തന്നെയാണ്. അതെ, ഞാൻ ഇവിടെ തന്നെയാണ്. അല്ലേ, മലേഷ്യയിൽ തന്നെയാണ്. നാട്ടിലൊക്കെ പോകുമ്പോൾ വരൊക്കെ ചെയ്യും. നാട്ടിൽ കുറെ കാലം ഇരുന്ന് പഠിച്ചിട്ടൊക്കെ ഉണ്ട്. സ്കൂളിലൊക്കെ നാട്ടിൽ പഠിച്ചിട്ടുണ്ട്. നാട്ടിൽ സ്കൂൾ പഠിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ലോക്കൽ സിറ്റിസൺ ആണ്. ലോക്കൽ സിറ്റിസൺ ആണ്. ബന്ധമൊക്കെ ഉണ്ട്. തൃശ്ശൂർ തന്നെ അല്ലേ? തൃശ്ശൂർ തന്നെ. ഓക്കെ ഓക്കെ, ആയിക്കോട്ടെ. മുജീബ് ഖാനെ പിന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മളെ ചാനലിലെ ഭൂരിഭാഗം ആൾക്കാർക്കും അറിയാം. കുറെ നമ്മൾ കണ്ടിട്ട് നമ്മള് എപ്പോഴും നമ്മൾ മെസ്സേജ് ചെയ്യും, ഞാൻ വരണം പറയും. അപ്പോൾ വീണ്ടും കാണാൻ പറ്റി അല്ലേ? അതെ അതെ അതെ. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് പോകാം എന്ന് പറഞ്ഞ സ്ഥലം ഏതായിരുന്നു? നമ്മൾ ഇന്ന് പോകുന്നത് പേറ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റിൽ, മലേഷ്യ സ്റ്റേറ്റിലാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പോണ വഴിക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ കിട്ടും. അങ്ങനെ പോവാം. അങ്ങനെയുള്ള നമ്മുടെ യാത്രകളൊക്കെ. അന്നൊക്കെ മുജീബ് കൂടെ ഒരു ദിവസത്തെ യാത്രക്ക് ഇറങ്ങിയിട്ട് അങ്ങനെ കുറേ ദൂരം പോയി നമ്മൾ. ഇപ്പം നമ്മളിവിടെ വന്നത് ഒരു ഹോട്ട് സ്പ്രിങ് കാണാനാണ് കേട്ടോ. ഹോട്ട് സ്പ്രിങ് പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. മലേഷ്യയിലും ഒരു പ്രധാനപ്പെട്ട ഒരുപാട് ആൾക്കാരൊക്കെ ചൂടുള്ള വെള്ളത്തിൽ കുളിക്കാനൊക്കെ വരുന്ന സ്ഥലമാണ്. അതിൻ്റെ ഇടയ്ക്ക് വേറെ ആളെ കാണിച്ചു തരാം. ഇദ്ദേഹം നമ്മുടെ കൂടെ ഉള്ള ആളാണ്, മലേഷ്യയിലുള്ള ആളല്ല. ഇത് ഹാരിസ്. സ്ഥലം എവിടെയായിരുന്നു? മഞ്ചേരിയിലാണ്. പുള്ളി ചെറിയൊരു വെക്കേഷനിൽ ഇവിടെ വന്നതാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഒരുമിച്ച് ഇന്ന് നമ്മളുണ്ടാവും അല്ലേ? ഓക്കെ. കുളിക്കുന്നുണ്ടോ? ഇല്ലല്ലേ. ഇത് കണ്ടോ, ഇത് ഹോട്ട് സ്പ്രിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഹോട്ടൊന്നല്ല കേട്ടോ. ഇത് അത്യാവശ്യം തിളക്കുന്നതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഈ വെള്ളം. ഇവിടെ കുളിക്കാൻ കഴിയില്ല. നല്ല വൃത്തിയിൽ ഒരു സൈഡിലൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ കുളമാക്കിയിട്ട് സ്വിമ്മിംഗ് പൂള് പോലെ ആക്കിയിട്ടുണ്ട്. ഇവിടെ ഒന്നുണ്ട്, അവിടെ ഒരെണ്ണുണ്ട്, ഇവിടെ ഒരെണ്ണുണ്ട്, പിന്നെ അങ്ങോട്ടും ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ഓരോന്നിലും ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ചില കുളത്തിൽ നല്ല ചൂടുണ്ട്. നമ്മളിപ്പോൾ നേരത്തെ കണ്ടത് നല്ല ചൂടുള്ള കുളമാണ്. പക്ഷേ ഇതിന് കുറച്ച് ചൂട് കുറവുണ്ട്. നമുക്ക് തൊട്ട് നോക്കാം. കമ്പാരിറ്റീവ്ലി ഇത് കുറച്ച് കുറവാണ്. ഇവിടെ ആൾക്കാർ കുളിക്കുന്നുണ്ട്, അവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ മണാലിയിൽ നിന്ന് ഇങ്ങനെയുള്ള ഹോട്ട് സ്പ്രിങ്ങിനെ കുറിച്ചിട്ട് വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് എങ്ങനെ ഉണ്ടാവുന്നൊക്കെ. അതുകൊണ്ട് അത് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. നമ്മൾ പോകുന്ന വഴിക്ക് ജസ്റ്റ് ഈ സംഗതി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഇറങ്ങിയെന്ന് മാത്രം. ഇവിടെ കണ്ടോ, ഇതിൽ നിന്ന് ഒരാൾ ഈ വെള്ളം എടുത്ത് കുളിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഈ വെള്ളത്തിനൊരു ഔഷധ ഗുണമുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. അതിൻ്റെ സയൻസ് ഒന്നും എനിക്കറിയില്ല. എന്തായാലും അതുകൊണ്ടൊക്കെ കൂടിയാണ് കുറേ ആൾക്കാർ ഇങ്ങോട്ട് വരാറുണ്ട്. നിങ്ങൾ വരാറുണ്ട് ഇങ്ങോട്ട് കുളിക്കാനൊക്കെ? ഞാൻ വരാറുണ്ട് ഇടയ്ക്ക്. ഞാൻ മുമ്പ് ഇവിടെ അടുത്താണ് താമസിച്ചിരുന്നത്. അതുകൊണ്ട് അപ്പോൾ കാലത്ത് ഏറ്റവും നല്ല സമയം ശരിക്കും കുളിക്കാനും പുലർച്ചെ നേരത്താണ്. ഒരു 4:30-5 മണി നേരത്തൊക്കെ. ആ നേരത്തെ വരുമ്പോൾ നല്ല പുറത്തൊക്കെ നല്ല തണുപ്പാവും. അപ്പോൾ ഈ ചുടുവെള്ളത്തിൽ പക്ഷേ ഇപ്പോഴത്തെ ഈ ടെമ്പറേച്ചറിൽ ഇറങ്ങാൻ കഴിയില്ലല്ലോ. ഇതിൽ ഇറങ്ങാൻ പറ്റില്ല. ഇത് കണ്ടോ, ഈ കുളത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വെള്ളം കണ്ടോ, ഇതാ ഇവിടെയൊക്കെ ഉണ്ട്. അങ്ങനെ ഇതൊക്കെ എടുത്തിട്ട് അവർ ചെറിയ ചെറിയ ടാങ്ക് പോലെ ഓരോ സെക്ഷൻസ് ഉണ്ടാക്കിയിരിക്കുക കേട്ടോ. ഇവിടെ കണ്ടോ, ഈ ഒരു പോർഷനിൽ ചെറിയ ചെറിയ ഉരുളങ്കല്ലുകൾ വെച്ചിട്ട്, പെബിൾസ് വെച്ചിട്ട് ഈ ചൂടുവെള്ളത്തിൽ കൂടി ഇങ്ങനെ കാലിലൊരു മസാജിങ് ഒക്കെ കിട്ടുന്ന രീതിയിൽ നടക്കാം. റിഫ്ലക്സോളജി. അപ്പോൾ ആ പരിപാടിക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത്രയും സ്പീഡിൽ വെള്ളം ഒഴുകുന്നുണ്ട്. അതിന്റെ അർത്ഥം അത്രയും വലിയ ഉറവുണ്ടെന്നല്ലേ അല്ലേ? അത്രയും വെള്ളം ഫുൾ ടൈം വന്നോണ്ടിരിക്കും. ഓ, ഇതും നല്ല ചൂടാണ്. മാത്രമല്ല, അനക്കെ ചൂട് കൂടുവോ? ആണോ? അതെന്താ സംഭവം? അത് കൂടുതൽ സമയം കൈ വെക്കുന്നോണ്ടല്ലേ? അല്ലല്ല, നമ്മൾ വെറുതെ വെക്കുന്ന ആണോ? അതുണ്ടല്ലേ? അത് കൊള്ളാം. കൈ അതിനകത്തൊന്ന് മുക്കിയിട്ട് ഇളക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ചൂട് കൂടുന്ന പോലെ ഉണ്ട്. എന്താ പരിപാടി അറിയില്ല, ഭയങ്കര ചൂട് കൂടുന്നുണ്ട്. ഇവിടെ ഈ കണ്ട രണ്ടാമത്തെ കുളത്തിൽ കണ്ടോ, ഒരു ചേട്ടൻ മുങ്ങിയിരിക്കുന്നുണ്ടോ. അപ്പം ഞാനും വിചാരിച്ചു എങ്ങനെയാണ് ഇദ്ദേഹം ഇത്രയും ചൂട് സഹിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ആ കൈയൊന്നും മുക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ നോക്കുമ്പോൾ ഈ കുളത്തിൽ കമ്പാരിറ്റീവ്ലി മറ്റേനെ അപേക്ഷിച്ചിട്ട് കുറച്ച് ചൂട് കുറവുണ്ട്. പക്ഷേ എങ്കിൽ പോലും എനിക്ക് കുറേ സമയം കൈ മുക്കി വെക്കാൻ പറ്റുന്നില്ല. അത്യാവശ്യം നല്ല ചൂടുണ്ട്. പുള്ളിക്ക് ഇത് ശീലമായതുകൊണ്ടായിരിക്കാം അതിനകത്ത് മുങ്ങി കിടക്കുന്നുണ്ട് കുറേ നേരമായിട്ട്. പണ്ട് ദുബായിലുണ്ടായപ്പോഴേ ചൂട് കാലത്ത് നമ്മൾ കുളിക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുത്ത് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ, ഈ ടാങ്കിലെ വെള്ളം ഇതുപോലെ തിളച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് നല്ല ചൂടുള്ള വെള്ളത്തിൽ കുളിച്ചിട്ടുള്ളത്. നമ്മൾ മിക്കവാറും ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് റൂമിൽ കൊണ്ടുപോയി രാത്രി വെച്ചിട്ട് തണുപ്പിച്ചിട്ടാണ് കുളിച്ചിരുന്നത്. ഈ പാലോ എന്താ പ്രത്യേകത? കാടിന്റെ ഉള്ളിൽ കൂടെയാണ് ഈ പാലം പോവാ. ഓഹോ, കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
അതായത് നമുക്ക് എവിടെ ട്രാവൽ ചെയ്യുമ്പോഴും ആ ഒരു കൊലലുപുരം വിട്ട് കഴിഞ്ഞ് പുറത്തേക്ക് പോയി തുടങ്ങി അപ്പൊ തന്നെ ഫുള്ള് റോഡിന്റെ മൊത്തം രണ്ട് സൈഡൊക്കെ കാട് പോലെ കാണാം കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള ഒരു പാലം അല്ലേ? വേറെന്താ അതിന്റെ? ഇത് സെറണ്ട റോഡ് എന്ന് പറയും. സെറണ്ട പാലാണത്. സെറണ്ട എന്നാണ് സ്ഥലത്തിന്റെ പേര്. ഇത് ശരിക്കും ഷോർട്ട് കട്ട്. ഇവിടെ താഴെ റവാങ് എന്നൊരു ടൗൺ ഉണ്ട്. അപ്പൊ ഈ പാലം അങ്ങനെ ശരിക്കും ടൗൺ സ്കിപ്പ് ചെയ്തിട്ട് നേരെ നമ്മള് സെറണ്ട എന്ന സ്ഥലത്തേക്ക്. അങ്ങനെ ഇപ്പൊ മരത്തിന്റെ ഒക്കെ ഹൈറ്റ് നോക്കുകയാണെങ്കിൽ താഴത്തുള്ള മരം ആ ഹൈറ്റിലാണ് ഇപ്പൊ നമുക്ക് പോയത്. ശരിയാ. അത് കണ്ടോ, നമ്മളൊരു മലയുടെ മുകളിൽ കൂടി പോകുന്ന പോലെയാണ് താഴത്തേക്ക്. ഞങ്ങൾ ജസ്റ്റ് ഒരു പാലത്തിന്റെ മുകളിൽ കൂടിയാ പോകുന്നത് കേട്ടോ. ഒരുപാട് ലെങ്ത് ഉണ്ട് അല്ലേ? ശരിക്കും മലേഷ്യയുടെ വരുമാനം എന്താണ്? ടൂറിസം ആണോ അതോ പ്രധാനമായിട്ടും? അല്ല, മലേഷ്യയുടെ ടൂറിസ്റ്റ് അല്ല. മലേഷ്യ മെയിൻ വരുമാനം വന്നിട്ട് അഗ്രികൾച്ചർ ആണ്. ഇപ്പൊ വന്നിട്ട് പാം ഓയില്, പിന്നെ റബ്ബർ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഇൻകം മലേഷ്യക്ക്. പിന്നെ അത് കൂടാതെ ഫാക്ടറികളും പ്രൊഡക്ഷൻ അത് വേറെ ഉണ്ട്. ആദ്യം പണ്ടൊക്കെ വന്നിട്ട് നമ്മുടെ മെയിൻ ഇത് വന്നിട്ട് ലെഡ് ആയിരുന്നു ഇവിടെ മലേഷ്യയില്. ഈ ലെഡ് മെറ്റലല്ലോ, ടിന്ന്, അതായിരുന്നു ആദ്യം. ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ മെയിൻ അത് മലേഷ്യയിൽ മൈനിങ് ചെയ്തിരുന്നത് അതാണ് ലെഡ്. പിന്നെ ലെഡ്, റബ്ബർ, തേക്ക് മരം പണ്ട് മലേഷ്യയിൽ കണ്ടമാനായിരുന്നു. പിന്നെ അത് ഗവൺമെന്റ് ഇൻഡിപെൻഡൻസ് സ്വാതന്ത്ര്യത്തിന് ശേഷം വന്നിട്ട് ഗവൺമെന്റ് കൺട്രോൾ ചെയ്താണ്. മരം വെട്ടാൻ പാടില്ല എന്നൊക്കെ കുറെ കൺട്രോൾ കൊടുക്കുന്നതാണ്. പണ്ട് നമ്മൾ കുറെ കേട്ടിട്ടുണ്ട് മലേഷ്യൻ തേക്ക് എന്ന് പറഞ്ഞാൽ. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഈ സ്പൈസസ് കൂടാതെ മെയിൻ ആയിട്ട് അവർക്ക് വന്നിട്ട് ലെഡ്, റബ്ബർ, തേക്ക്. ഇപ്പൊ പാം ഓയിലാണ്. ട്രാവൽ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ഈ ഓയിൽ പാമിന്റെ കൃഷിയാണ്. അതെ. ഇവിടുത്തെ ആൾക്കാരുടെ പ്രൈമറി കുക്കിംഗ് ഓയിൽ തന്നെയാണോ പാം ഓയിൽ? ആണല്ലേ. ഇവിടെ ഈ വെളിച്ചെണ്ണ ഇല്ല. നമ്മുടെ മാതിരി വെളിച്ചെണ്ണ ഇല്ല. ഇവിടെ പാം ഓയിൽ തന്നെയാണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുക. ശരി. നമ്മുടെ നാട്ടില് പാം ഓയിൽ എന്ന് പറഞ്ഞ ഒരു സെക്കൻഡ് സാധനമാണ്. ഇവിടെ എന്തുകൊണ്ടാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കൊണ്ടുപോകുന്ന ഏറ്റവും ലോ ക്വാളിറ്റി ആവും എടുത്ത് കൊണ്ടുപോകും. എന്നിട്ട് അതിലും മായം ചേർത്ത് ശരിക്കും ഈ സാധനം ആയിരിക്കില്ല ഉണ്ടാവും. അവിടെ പാമോയില് കുറെ അങ്ങനെ തരി മാരിയൊക്കെ കാണാറുണ്ട്. ഇവിടുത്തെ പാമോയിലൊന്നും ജസ്റ്റ് എടുത്ത് നോക്കിയാൽ നല്ല പ്യൂർ ആയിട്ട് 2-3 പ്രാവശ്യം പ്രോസസ് ചെയ്ത് വരുന്ന സാധനം. നമ്മള് പാജിന്റെ അവിടെ പോയത് എനിക്ക് ഓർമ്മയില്ല. നമ്മളൊരിക്കലും പാജി ഉണ്ട്, കോണ്ടാക്ട് കുറവാണ്. ആണല്ലേ. അത് നല്ല അനുഭവമായിരുന്നു. ഞങ്ങളൊരു പാജി ആളെ പാം ഓയിൽ തോട്ടത്തിലൊക്കെ പോയിട്ട്, ഓയിൽ പാം തോട്ടത്തിലൊക്കെ പോയിട്ട് വീഡിയോ ഒക്കെ ചെയ്തതാണ് അന്ന്. എന്താ സ്ഥലത്തിന്റെ പേര് എന്താ പറഞ്ഞേ? ഇത് കമ്പങ് ചീനയാണ്. കൊല്ലക്കുബാറു എന്ന് പറയുന്നത്. കമ്പങ് ചീന. കമ്പങ് ചീന ചൈനീസുകൾ താമസിക്കുന്ന അവരുടെ സെറ്റിൽമെന്റ് ഏരിയ ആണ്. വെറും ചൈനീസ് ആണ് ഇവിടെ. വെറും ചൈനീസ് ആണ് ഭാഗത്ത്. ഇപ്പൊ അവര് ഈ കാണുന്ന ഇതൊക്കെ അവരുടെ ദൈവങ്ങളുടെ ഇതൊക്കെയാണ്. ഈ ഫ്രണ്ടിലെ ചുവപ്പ് കളറിൽ. ചൈനീസിന് ചുവപ്പ് കളർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് പോയി ചൈനീസ് ന്യൂ ഇയർ കഴിഞ്ഞില്ല, അതിന്റെ ബാക്കിയായിരിക്കും ഡെക്കറേഷൻ. ഇതൊക്കെ അവരുടെ വീട്ടില് സ്ഥിരമായിട്ട് അവര് പ്രയോജനമൊക്കെ വെക്കുന്നതാണ്. നല്ല കുത്തനെയാണല്ലോ. നമുക്ക് പോകേണ്ട റൂട്ടാണോ? അല്ല, നമ്മൾ ആ റൂട്ടിൽ തന്നെ നമ്മൾ കുറച്ചൊരു ഡൈവേർഷൻ എടുത്തിരിക്കുന്നത് കണ്ടിട്ട് പോകുന്നത്. ഒരു ടെമ്പിൾ ആണ് ഈ കാണുന്നത്. ചൈനീസ് ടെമ്പിൾ ആണിത്. നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇറങ്ങിട്ടോ ഈ ചൈനീസ് വില്ലേജിൽ. അതായത് മലേഷ്യയിലെ മലായ്ക്കാർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് ലാർജസ്റ്റ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ചൈനക്കാരാണ് കേട്ടോ. മലേഷ്യത്തെ പോപ്പുലേഷൻ മലായ്ക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 40-50% ഉണ്ടാവും. സബാസ്രാവ എന്ന് പറഞ്ഞ 2 സ്റ്റേറ്റുകളിൽ ഫിലിപ്പീൻസും മലായ്ക്കാരും മിക്സ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ഈസ്റ്റ് മലേഷ്യയിൽ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻ കമ്മ്യൂണിറ്റി വന്നിട്ട് ചൈനീസ് ആണ്. ചൈനീസ് ഒരു ഓൾമോസ്റ്റ് 30% അടുത്തുണ്ടാവും. ചൈനീസ്. പിന്നെ അതിന്റെ താഴെയാണ് ഇന്ത്യക്കാര് ഒരു 10% ഉണ്ട്. അത് മിക്സ് ആണ്. അതിലൊരു 10% 90% തമിഴാണല്ലേ. പിന്നെ പഞ്ചാബി, മലയാളികള്, തെലുങ്ക്, കർണാടക എല്ലാവരും ഉണ്ട്. മറാഠി. ഈ തമിഴ്സ് ഇവിടെ മെജോറിറ്റി വരാനുള്ള കാരണം ഈ ബ്രിട്ടീഷ് ആദ്യം പഴയ കാലത്ത് വന്നിട്ട് ട്രേഡേഴ്സ് ആയിട്ട് വന്നിട്ടുള്ള കുറെ ആൾക്കാർ അതുണ്ട്. അത് കൂടാതെ ബ്രിട്ടീഷുകാരുടെ കാലത്താണ് കൂടുതൽ ഈ തോട്ട ജോലിക്ക് വന്നിട്ട് ഇന്ത്യക്കാരെ കൊണ്ടുവരുന്നത്. അത് എസ്റ്റേറ്റ് ജോലികൾക്ക്. അപ്പൊ അത് കൊടുത്തിട്ടുള്ളത് തമിഴ്നാട്ടിൽ നിന്നാണ് കൂടുതൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ അവർ കൊണ്ടുവരുമ്പോ അവര് ജോലിക്കാരല്ല കൊണ്ടുവരുന്നത്. അവർ വന്നിട്ട് ഒരു ഗ്രൂപ്പ്, ഒരു ഫാമിലി അടക്കാണ് അവർ കൊണ്ടുവരും. അപ്പൊ ഒരു ഫാമിലി അവര് നാട്ടിൽ നിന്ന് ഒരു സ്റ്റേറ്റിൽ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് ഒരു എന്താ പറയുക ഒരു ഗ്രാമത്തിൽ നിന്ന് ആളെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 10 ഫാമിലിയാണ് ഒരുമിച്ച് കൊണ്ടുപോകും. അപ്പൊ ഒരു 10 ഫാമിലിയിൽ ഭാര്യ, ഭർത്താവ്, 2 മക്കളുണ്ടെങ്കിൽ അങ്ങനെ അവർ കൊടുത്തിട്ട് ഇവിടെ ഓരോ എസ്റ്റേറ്റിന്റെ ഉള്ളില് അവരൊരു സെറ്റിൽമെന്റ് മാതിരി ക്രിയേറ്റ് ചെയ്തിട്ട് അവർക്ക് വീടുകള്, പിന്നെ പാടി പോലത്തെ. അതെ. അപ്പൊ തിരിച്ചു പോവില്ല. അത് കൊണ്ടുവരുന്നത് കൂടുതൽ റബ്ബർ എസ്റ്റേറ്റിൽ ജോലിക്കാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് റബ്ബർ ആയിരുന്നു മെയിൻ, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ അതിന് വേണ്ടിട്ട് ജോലിക്കാണെങ്കിൽ റബ്ബർ എസ്റ്റേറ്റിലേക്കാണ് കൂടുതൽ കൊടുത്തിരുന്നത്. അപ്പൊ അവർക്ക് സെറ്റിൽമെന്റിലായിട്ട് അവർക്ക് സ്കൂൾ ഉണ്ടാവും, തമിഴ് സ്കൂളുകൾ ഉണ്ടാവും.
പിന്നെ എന്താണ് അവരുടെ ടെമ്പിൾ ഉണ്ടാവും, കോവിൽ, അമ്പലം ഉണ്ടാവും, അവർക്ക് വേണ്ടതെല്ലാം അവിടെ ഉണ്ടാവും. അപ്പൊ അവർ അതിന്റെ ഉള്ളിൽ തന്നെ അവർ ചെയ്ത് അതിന്റെ ഉള്ളിലായി. അവര് പുറത്തേക്ക് പിന്നെ പോവില്ല, നാട്ടുകാരായി മാറി. ഇങ്ങനെ പിന്നെ ഇൻഡിപെൻഡൻസിന് ശേഷം അവരപ്പോ ഫാമിലി ആയിട്ട് ഇവിടെ ആയ കാരണം അവർക്ക് നാടായിട്ടുള്ള കോൺടാക്ട് പോയി. അപ്പൊ അവർ ഇവിടെ തന്നെ സെറ്റിലായി. മലയാളികളും കുറെ ഉണ്ടായിരുന്നു അങ്ങനെ മുമ്പൊക്കെ, കുറച്ച് മലയാളികളും അങ്ങനെ വന്നവരുണ്ടായിരുന്നു. പക്ഷെ അവര് എനിക്ക് മനസ്സിലായ കാര്യം അവരിപ്പോഴും അവരുടെ ഭാഷ ഒന്നും വിട്ടിട്ടില്ല അല്ലേ? ഇല്ല, തമിഴ് മിക്കവാറും ഒക്കെ മലേഷ്യയിലാണ് എന്താ പറയാ ലോകത്തിലെ വൺ ഓഫ് ദ കൺട്രി എന്ന് പറയുന്നത്. തമിഴ് സ്റ്റേറ്റ്, തമിഴ് ഭാഷയിലുള്ള സ്കൂൾ ഇപ്പോഴും ഉണ്ട്. മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ തമിഴ് ഒരു സബ്ജക്ട് ആയിട്ടാണ് ചിലപ്പോൾ ചില സ്കൂളുകളിലൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ ഫുൾ എല്ലാ സബ്ജക്റ്റും തമിഴിലായിട്ട് പ്രൈമറി സ്കൂൾ 1ാം ക്ലാസ് തൊട്ട് 6ാം ക്ലാസ് തമിഴ് സിലബസിലുള്ള സ്കൂളുകൾ ഇപ്പോഴും ഉണ്ട്. പല സ്ഥലത്തുണ്ട് തമിഴ് സ്കൂളുകൾ കുറെ ഉണ്ട് ഇപ്പോഴും. തമിഴ് സ്കൂളുകളുണ്ട്, ചൈനീസ് സ്കൂളുകളുണ്ട്, അത് വെർണക്കുലർ സ്കൂളുകൾ എന്ന് പറയും, രണ്ട് ഇത്. പിന്നെയാണ് മലേഷ്യൻ ലാംഗ്വേജ് സ്കൂളുകൾ. അപ്പൊ തമിഴ് ഇപ്പോഴും അവരെ ഇമ്പോർട്ടൻസ് അവർ വിട്ടുകൊടുക്കുന്നില്ല. തമിഴിന് അതെ, ചൈനീസും അതെ. മലയാളി സ്കൂൾ ഉണ്ടായിരുന്നു അതല്ലേ? പിന്നെ മലയാളികളൊക്കെ മലയാളിയിലായി ആ സ്കൂളിൽ പോയില്ലേ? നമുക്ക് പിന്നെ അത്രക്ക് അങ്ങോട്ട് ഭാഷാ സ്നേഹമോ അല്ലെങ്കിൽ പ്രാദേശിക ആ സംഭവങ്ങൾ തമിഴിലേക്കായി മാറി മലയാളികളാണ്. പക്ഷെ നമ്മുടെ മലയാളികൾ കുറെ വന്നിട്ട് ഫാമിലി ആയിട്ട് കൊടുക്കുന്നത് കുറവായിരുന്നു. ജോലിക്കാരായിട്ട് വന്നപ്പോ എന്താ പറയാ പോപ്പുലേഷൻ നോക്കണെങ്കിൽ റേഷ്യോ നോക്കുകയാണെങ്കിൽ ആണുങ്ങളും പെണ്ണുങ്ങളും റേഷ്യോ നോക്കുകയാണെങ്കിൽ ആണുങ്ങൾ കൂടുതലായിരുന്നു മലയാളികൾക്ക്. അപ്പൊ അവർ കുറെ ആൾക്കാർ വന്നിട്ട് ഇൻഡിപെൻഡൻസ് സമയമൊക്കെ ആയപ്പോ അവർക്ക് ചോയ്സ് കൊടുത്തപ്പോ കുറെ ആൾക്കാർ മടങ്ങി പോയി ചെയ്തു. മലയാളികൾ കുറെ ആൾക്കാർ കാരണം വെച്ചാൽ മലേഷ്യയിലായി കഴിഞ്ഞാൽ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റാതെ ആവും എന്നുള്ളൊരു ഭയമായിരുന്നു. കാരണം ഫാമിലിയൊക്കെ അവിടെയാണ്. തമിഴർക്ക് ആ പ്രശ്നമില്ല, അവരുടെ ഫാമിലി മുഴുവൻ ഇവിടെ തന്നെയാണ്. അപ്പൊ അന്നത്തെ കാലത്ത് ഫ്യൂച്ചർ എങ്ങനെയാവും അറിയില്ല. അപ്പൊ മലേഷ്യൻ സിറ്റിസൺഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നാട്ടിലേക്ക് പോകാൻ പറ്റണ്ട. അപ്പൊ അന്ന് ഈ വിസയുടെ സിസ്റ്റം കാര്യങ്ങളൊന്നും എന്തൊക്കെയാണ് ഇതെന്ന് അറിയില്ല. അപ്പൊ പഴയ ആൾക്കാർ പലരും വന്നിട്ട് തിരിച്ച് നാട്ടിലേക്ക് മടങ്ങിപ്പോയി. അങ്ങനെ മലയാളികൾ കുറവായത്. ഇപ്പൊ എന്റെ കാര്യം പറഞ്ഞാൽ എന്റെ വല്യപ്പ അങ്ങനെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് വന്നിട്ടുള്ള ആളായിരുന്നു. എന്നിട്ട് ഈ സമയത്ത് വന്നിട്ട് നാട്ടിലേക്ക് പോവാതെ ആള് ഇവിടെ സെറ്റിലായി, ഇവിടെ കല്യാണം കഴിച്ച് അങ്ങനെ ഉണ്ടായിട്ടുള്ള ആളാണ് ഞങ്ങളൊക്കെ. വല്യപ്പായിട്ട് വന്നത്. വല്യമ്മയും അതുപോലെ വന്നിട്ടുള്ള ആളായിരുന്നു. വല്യമ്മയുടെ ഉപ്പ 2ാം വേൾഡ് വാർ സമയത്ത് ജപ്പാൻകാരുടെ ടൈമിൽ മരിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ മക്കൾക്ക് തിരിച്ചു പോകാനോ ഒന്നും നോക്കാനോ ആരില്ലാണ്ട് അങ്ങനെ വല്യപ്പ അങ്ങനെ അവര് കല്യാണം കഴിച്ച് അങ്ങനെ ഇവിടെ സെറ്റിൽ ആയിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങളുടെ ഫാമിലി. എന്റെ ഉപ്പ ഇവിടെ ജനിച്ചു വളർന്നത്. അപ്പൊ ഇതാണ് നമ്മൾ ഇപ്പൊ ഈ വന്നിട്ടുള്ള ഈ ഗ്രാമത്തിലെ ഒരു ചൈനീസ് ടെമ്പിൾ കേട്ടോ. അതിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു വിശാലമായ സ്പേസ് ഒക്കെ ഉണ്ട്. ഇതിങ്ങനെ ഒരു മലഞ്ചെരുവിലാണ് ഈ ഗ്രാമം നിൽക്കുന്നത്. കണ്ടോ, നമ്മളിപ്പോ ഈ വഴിക്ക് അങ്ങോട്ട് കയറി വന്നത്. ഇതേ ദൂരെ ഈ ഭാഗത്ത് കാണുന്നത് നമ്മൾ വന്ന റോഡ് കേട്ടോ. ഈ കാണുന്ന വീടുകളൊക്കെ ചൈനീസ് കമ്മ്യൂണിറ്റികൾ താമസിക്കുന്ന വീടുകളാണ് കേട്ടോ. ഒരു ചെറിയ ചൈനീസ് വില്ലേജ്. നമ്മൾ പോകുന്ന വഴിക്ക് ഉള്ള ഒരു വില്ലേജ് ആയതുകൊണ്ട് ജസ്റ്റ് ഇവിടെ നിന്ന് കയറിയെന്ന് മാത്രമേ കേട്ടോ. നമുക്ക് എന്തായാലും പെട്ടെന്ന് പോവാം. ഇങ്ങനത്തെ ഏരിയയിലൊക്കെ വന്നാലാണ് ശരിക്കും കുറച്ച് പാവപ്പെട്ട ചൈനീസിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ചൈനീസിൽ പാവപ്പെട്ട ആൾക്കാർ കുറവായിരിക്കും. ചൈനീസ് കുറവാണ്, പക്ഷെ ഉണ്ട്. പോപ്പുലേഷൻ നോക്കുമ്പോൾ കാരണം നമ്മുടെ ഇവിടെ ആളുകളൊക്കെ വിചാരിച്ച ചൈനക്കാരെന്നാണ് ഭയങ്കര പണക്കാരെന്നുള്ള അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ശരിക്കും ഗ്രാമങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല പാവപ്പെട്ട ആളുകളാണല്ലേ. അങ്ങനെ ആ ചൈനീസ് വില്ലേജിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഹൈവേ കൂടി കുറെ ദൂരം കൂടി മുന്നോട്ട് പോയിട്ട് വീണ്ടും നമ്മളൊന്ന് ഡീവിയേറ്റ് ചെയ്തിട്ട് അകത്തേക്ക് കയറിട്ടോ. ഒരു ചെറിയ റോഡിലൂടെ കുറച്ച് ദൂരം പോയി. രണ്ട് സൈഡിലും ഇങ്ങനെ ഫുള്ള് പച്ചപ്പാട്ടോ, കാടൊക്കെ പോലത്തെ സ്ഥലങ്ങളാണ്. ഇപ്പോൾ നമ്മളൊരു പുഴയുടെ തീരത്തെത്തിട്ടോ. സുങ്ങൈ അലോർ ലംബാന്നോ എന്താണ് സ്ഥലത്തിൻ്റെ പേര്? അലോർ ലംബ. സുങ്ങൈ എന്ന് പറഞ്ഞ പുഴ. ഓക്കെ. ഇവിടെ ഒരു പുഴയാണ്. അപ്പോൾ ഇത് ശരിക്കും ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വരുന്ന ഒരു പിക്നിക് സ്പോട്ടാണ് കേട്ടോ. ഈ വണ്ടികളിലൊക്കെ ഫാമിലീസ് വന്നിട്ട് ഈ പുഴയുടെ തീരത്ത് ഇങ്ങനെ ഒരു പിക്നിക്കിന് വേണ്ടി വന്നതാണ്. ഷമീർക്ക ഈ വഴിക്ക് അങ്ങോട്ട് ഇറങ്ങി കേട്ടോ. പുഴയിലേക്ക് ജസ്റ്റ് പോകുന്ന വഴിക്കുള്ള ഇങ്ങനെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇത് കണ്ടോ, പുഴയിലേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഇവിടെയൊക്കെ നിറയെ ഫാമിലീസ് ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമല്ലേ. ഇവിടെ കണ്ടോ, ഈ ഭാഗത്ത് ഒരു വലിയ ഡാം ഉണ്ടായിരുന്നു കേട്ടോ. വലുതല്ല, ഒരു ഡാമായിരുന്നു ഈ ഭാഗത്ത്. അതൊരു കാലത്ത് പൊട്ടിയിട്ട് ആ താഴേക്കുള്ള ഒരുപാട് ഏരിയ വെള്ളത്തിൽ മുങ്ങി വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞു. പിന്നീട് അവിടെ ഡാം പണിതില്ല, ഇതിങ്ങനെ ഓപ്പൺ ആക്കി വിട്ടു. ഈ സ്ഥലത്തിൻ്റെ പേര് തന്നെ ഇപ്പോൾ എന്താണെന്ന് അറിയോ, അംപങ് പച്ച എന്നാണ് കേട്ടോ. അംപങ് പച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിയ ഡാം തന്നെയാണ്. അതായത് ഈ സ്ഥലത്തിൻ്റെ തന്നെ പിന്നെ പേരങ്ങനായി മാറി, പൊട്ടിയ ഡാം എന്നുള്ള പേരായി മാറി. ഒരുപാട് പേര് കളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് സംഗതി. നല്ല ചൂടാണ് ശരിക്കും. ഈ സമയത്ത് നമുക്ക് ആ പുഴയിലൊന്ന് ഇറങ്ങിയിട്ട് നീന്തി കളിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് ഒരുപാട് ദൂരം പോകാനുള്ളത് കൊണ്ട് നമ്മൾ പുഴയിൽ ഇറങ്ങിയില്ല കേട്ടോ. അവിടുന്ന് നേരെ പുറപ്പെട്ടു. പിന്നീട് നമുക്ക് പോവേണ്ട സ്ഥലത്തേക്ക് അത്യാവശ്യം ദൂരം ഉണ്ട് കേട്ടോ. അവിടുന്ന് നമുക്കൊരു ഫെറിയിൽ കൂടി പോകാനുണ്ട്. അപ്പോൾ ഫെറിയിൽ പോകാനുള്ളത് കൊണ്ട്
അതിൻ്റെ ടൈമിന് എത്തിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ വേറെ കാഴ്ചകൾ കാണാൻ വഴിയിലൊന്നും നിന്നില്ല, അടിച്ച് വിടുകയായിരുന്നു, നല്ല സ്പീഡിൽ കത്തിച്ച് വിട്ടു കേട്ടോ. അങ്ങനെ ചെറിയ ചില ടൗണുകളും വലിയ ടൗണുകളും അതുപോലെ തന്നെ ഗ്രാമങ്ങളൊക്കെ പിന്നിട്ടിട്ട് നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് എത്തിട്ടോ. ഏകദേശം കൊലലംപൂരിൽ നിന്ന് ഒരു 10-200 കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരം നമ്മൾ ഓടിയിട്ടുണ്ടാവും. എവിടെ എത്തിയിട്ടിപ്പോൾ ഇവിടെ നമുക്ക് 2 സുഹൃത്തുക്കളെ കിട്ടിയിട്ടോ. ഇവർ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഹായ്, അസ്സലാമലൈക്കും. വലൈക്കും സലാം. എന്തായിരുന്നു പേര്? ഹക്കീം. ഹക്കീം. ഇവിടെയാണ്. ഇതാണോ സ്ഥലം അതോ? ഞങ്ങൾ ലുമൂട്ടിലാണ്. ലുമൂട്ട്. ഈ സ്ഥലത്തിൻ്റെ പേരെന്താ? സിറ്റി ആവാൻ. ഓക്കെ. ഇവിടെ എത്തിയതിന് ശേഷം നമ്മളിതാ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടോ. വാഴയിലൊക്കെ ആയിട്ടുള്ള നല്ല ചോറ് കഴിച്ചു. നമ്മൾ പിന്നെ പോകുന്ന സ്ഥലത്തിന്റെ പേരെന്താ? നമ്മൾ പോകുന്ന സ്ഥലത്തിന്റെ പേര് പങ്കോർ ഐലൻഡ് ആണ്. പങ്കോർ ഐലൻഡ്. പക്ഷെ ഫെറി എടുക്കേണ്ടത് മറീന ഐലൻഡിലാണ്. ഫെറി എത്ര ദൂരം ഉണ്ട്? അവിടുന്ന് ഒരു 15 മിനിറ്റ് കൊണ്ട് എത്തും. അല്ല, ഫെറിയിൽ യാത്ര സമയം 15 മിനിറ്റ് അത്രേ ഉള്ളൂ. ഓക്കെ. എന്നാ പോലെ നമുക്കിവിടെ വേറൊരു സുഹൃത്തും കൂടി ഉണ്ട്. വേറെന്തായിരുന്നു? ജാഷി. ലക്കിടി. നമ്മളൊരേ ജില്ലക്കാരാണ്. അപ്പൊ ഭയങ്കര വലിയ ഫോളോവറാണ്. ഓ, താങ്ക് യു. വീഡിയോ കാണാറുണ്ട്. മറ്റേ നമ്മുടെ എന്താണ് എക്സ്പെഡിഷന് പോകാൻ വേണ്ടിട്ട് പോളാർ ഞാൻ ഉറക്കില്ലാതെ പണിതാണ്. സന്തോഷം. എന്നാ പോവാല്ലേ? ആയിക്കോട്ടെ. അപ്പോൾ അവരൊക്കെ നമ്മുടെ ആ വണ്ടിയിൽ കയറുന്നു. ഞാൻ നമ്മുടെ ഹക്കീമിന്റെ വണ്ടിയിലാട്ടോ കയറുന്നത്. ഹക്കീം ഭായി ഇവിടുത്തെ അല്ലല്ല, ഇവിടെ ബിസിനസ് ചെയ്യുന്നു അല്ലേ? പാസ്പോർട്ട് എടുത്ത് വന്ന തന്നെയാണല്ലേ? ഓക്കെ. മലയാളീസ് ഉണ്ട്, സിറ്റിസൺസ് ആയിട്ടുള്ള ഒരുപാട് പേര്. കുറെ ആളുകൾ, പഴയ ആളുകളൊക്കെ നന്നായിട്ട് മലയാളം സംസാരിക്കും. ന്യൂ ജനറേഷനാണ് മലയാളം സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ കുറെ ആളുകളുണ്ട്. നമ്മൾ പോണ വഴിക്ക് തന്നെ ഈ ഐലൻഡിന്റെ അടുത്ത് തന്നെ ഒരു അലിക്കാന്ന് പറഞ്ഞ ഒരാളുണ്ട്. അതുപോലെ റെസ്റ്റോറന്റ് കാര്യങ്ങളൊക്കെ ഉള്ള മലയാളിയാണ്. കടയിൽ നമ്മുടെ ഷോപ്പിൽ വരാറുണ്ട്. മലയാളം സംസാരിക്കാനായിട്ട് നോക്കി വരും. ശരി. നിങ്ങള് സൂപ്പർ മാർക്കറ്റാണ്. ശരിയാണ്. വണ്ടി പാർക്ക് ചെയ്തിട്ട് ഓടിയിട്ടാട്ടോ നമ്മൾ ഇവിടെ പോർട്ടിലേക്ക് വന്നത്. 4:45 ഫെറി എടുക്കും. നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ 4:42-4:43 ആയിട്ടുണ്ട്. അപ്പോൾ ഞാനും ഹക്കീം ഭായി മുമ്പിൽ വന്നിട്ട് ഇതാ ഇപ്പോൾ ഈ ടിക്കറ്റ് അവിടെ കാണിച്ചു കൊടുത്തിട്ട് ഈ ജെട്ടിയിലേക്ക് ഇങ്ങോട്ട് വന്നു കേട്ടോ. ഒരാൾ എത്തിക്കഴിഞ്ഞാൽ ഒന്ന് നിൽക്കാൻ പറയാലോ, അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആദ്യം വന്നത്. ഇപ്പോൾ ആ ഫെറി എടുക്കാനായിട്ടോ സമയം. ഫെറി നമ്മളെ കാത്ത് നിൽക്കുന്ന പോലെ ആയിരുന്നു കേട്ടോ. നമ്മൾ ഓടിക്കയറുന്നു, ഫെറി വിടുന്നു. ജസ്റ്റ് 15 മിനിറ്റ് യാത്ര ഉള്ളൂ കേട്ടോ. അതായത് പുലാവ് കെത്തമിലൊക്കെ പോയപ്പോൾ ഏകദേശം 45 മിനിറ്റോളം സമയം ഉണ്ടായിരുന്നു. ഇത് തൊട്ടടുത്ത് തന്നെയാണ്, മെയിൻലാൻഡിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ പങ്കോർ ഐലൻഡ് കേട്ടോ. മലേഷ്യയുടെ മെയിൻലാൻഡിൻ്റെ പരിസരങ്ങളിൽ ഇങ്ങനെയുള്ള കുറേ ഐലൻഡുകളുണ്ട്. അപ്പോൾ ജസ്റ്റ് 15 മിനിറ്റ് ഫെറിയിൽ യാത്ര ചെയ്ത് നമ്മൾ ഐലൻഡിലെത്തി ഇറങ്ങി കേട്ടോ. ഇപ്പോൾ പുറത്തേക്ക് പോവാണ്. എന്താണ് ഈ ഐലൻഡിൻ്റെ ഇമ്പോർട്ടൻസ് എന്നും എന്തൊക്കെയാണ് ഇവിടെ കാണാനുള്ളതെന്നൊക്കെ നമുക്ക് അവിടെ പോയിട്ട് നോക്കാം കേട്ടോ. പുലാവക്കറ്റം പോയ പോലെ അല്ല കേട്ടോ, ഇവിടെ നമുക്ക് വണ്ടികളൊക്കെ ഉണ്ട്. ഇതെന്താണ്, ഇത് ടാക്സിയാണോ? ഇവിടുത്തെ വാടകയ്ക്ക് എടുക്കുന്നതല്ല. അല്ല, വാടക നമ്മൾ വിളിക്കുന്ന റെന്റ് ബൈക്കും കാറും ഒക്കെ വേറെ ഉണ്ട്. അതിനുള്ള ആളുകളാണ് അവിടെ വന്നിട്ട് ബൈക്ക് വേണം, കാർ വേണം. ഓക്കെ. ഇത് ഇവിടുത്തെ ടാക്സിയാണ്. എന്താ പേര് പറഞ്ഞു? മുന്താൽ. ഓക്കെ. ഇത് കണ്ടോ, ഇതൊരു മീനാണ് കേട്ടോ. ഇത് ഒറിജിനൽ മീൻ തന്നെയാണ്. നമ്മൾ ഈ മൃഗങ്ങളൊക്കെ സ്റ്റഫ് ചെയ്തൊക്കെ വെക്കുന്നത് പോലെ എന്തോ പ്രോസസ്സിങ് ചെയ്തിട്ട് ഇവരിതിങ്ങനെ ആക്കിയിരിക്കുകയാണ്. അതിന്റെ മുള്ള് ഇതൊക്കെ ഒറിജിനൽ തന്നെയാണോ? ആണല്ലേ? ഓ, satu pangkal semua nak kasih tunjuk dia sebab di YouTube blogger. ഈ മീൻ വന്നിട്ട് അത് സാധാരണ മീൻ ഉണ്ടാവും. പിന്നെ ഇങ്ങനെ അതിനെ എന്തെങ്കിലും മറ്റേ അറ്റാക്ക് ചെയ്യുമ്പോൾ അതങ്ങനെ വീർത്തിട്ട് ഈ മുള്ളമന്തി മാരി അതിന്റെ മുള്ളിങ്ങനെ പുറത്തേക്ക് ആ ടൈപ്പ് ഫിഷ് ആണ് അത്. അതിനാണ് ഇക്കൻ പുന്തൽ എന്ന് പേര് പറയാം. അപ്പൊ ആ മീൻ അത് പിന്നെ അതെടുത്തിട്ട് അവരിങ്ങനെ സൊവനീർ മാരി അതിന്റെ ഉള്ളിലത്തെ എടുത്ത് കളഞ്ഞിട്ട് പ്രോസസ് ഇവിടെ ഈ ഐലൻഡ് മൊത്തത്തിൽ വന്നിട്ട് ശരിക്കും മീന് കണ്ടമാനം മീൻപിടുത്തക്കാരുടെ അതുപോലെ ഉണക്കമീന് ഈ ചെറിയ നെത്തോലി ഇതൊക്കെ പ്രോസസ് ചെയ്യുന്ന അതിന്റെ അതൊരു വലിയൊരു ഇൻഡസ്ട്രി. അതിന്റെ ഫാക്ടറി ഒക്കെ ഈ ഐലൻഡിലാണ് ഏറ്റവും വലുത്. ഏറ്റവും കൂടുതൽ പ്രോസസ്സിംഗ് ഇവിടെ തന്നെയാണ്. അപ്പൊ മീനുകൾ കണ്ടമാനം ഉണ്ടാവും ഇവിടെ. എല്ലാ ടൈപ്പ് മീനുകളും നമുക്ക് ഇവിടെ തന്നെ, ഉണക്ക മീനുകളും കുറെ ഇവിടെ തന്നെയാണ് നമുക്ക് മറ്റൊരിടത്തേക്ക് എല്ലായിടത്തേക്കും വരുന്നത് മലേഷ്യയിലൊക്കെ. കുറച്ച് ദൂരം ഓടിയിട്ട് നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തു. വണ്ടീൻ്റെ കളർ കണ്ടോ, നല്ല ഭംഗിയില്ലേ? നല്ല കുത്തന കളറാണ് കേട്ടോ. ഈ കളർ തന്നെയാണ് മൊത്തം ടാക്സി കേട്ടോ. ഇവിടെ നമുക്ക് ഒരു പള്ളിയുണ്ട്, കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു പള്ളിയാണ് കേട്ടോ. ഈ ഐലൻഡിൽ നമുക്ക് കുറേ കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ജസ്റ്റ് ഈ പള്ളി ഒന്ന് കണ്ടിട്ട് വരാം. ഇവിടെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് കേട്ടോ. അതായത് നമ്മൾ പുലാവക്കറ്റം പോയില്ലേ, അവിടെ കടലിൻ്റെ ഒപ്പാണ് ഏകദേശം ആ ഒരു ഐലൻഡ് നിൽക്കുന്നത്. ഹൈറ്റ് ഇല്ല, കടലിൽ നിന്ന് അധികം ഹൈറ്റ് ഇല്ല. ഇവിടെ ആണെങ്കിൽ കടലിൽ നിന്ന് ഇവിടെ തന്നെ കുറച്ച് ഹൈറ്റ് ഉണ്ട്. ഇനി ഇങ്ങോട്ട് പോകും തോറും
ഉയരം കൂടുന്നുണ്ട് ഈ ഐലൻഡിന്. അതുകൊണ്ടാണ് ഇവിടെ നോർമൽ ലൈഫാണ്. നമ്മൾ പുലാവക്കറ്റം പോയപ്പോൾ കണ്ടില്ലേ നിങ്ങൾ, ഓരോന്നും റോഡുകളും സ്ട്രീറ്റുകളും ഒക്കെ ഇങ്ങനെ കാലിൻ്റെ മുകളിൽ പൊക്കി നിർത്തിയിട്ടാണല്ലോ ഉണ്ടാക്കിയത്. ഇവിടെ പിന്നെ ഐലൻഡ് പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് വേലിയേറ്റം ഉണ്ടായാലും വെള്ളം അങ്ങോട്ട് എത്തുന്നുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും നോർമലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഇത് കണ്ടോ, ഇതാണ് കേട്ടോ ഈ പള്ളീൻ്റെ എൻട്രൻസ്. അകത്തേക്ക് ഇങ്ങനെ ഒരു പാലം പോലെ, നമ്മൾ ഈ കടൽപ്പാലമൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ നീട്ടി ഉണ്ടാക്കിയിട്ട് ശരിക്കും പള്ളി നിൽക്കുന്നത് കടലിലാണ്. നമ്മൾ ഇവിടെ മലാക്ക പോയപ്പോഴും ഇതുപോലൊരു പള്ളിയിൽ ജുമുഅ നമസ്കാരത്തിന് പോയിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഗ്രാൻഡ് ലുക്കാണ് കേട്ടോ പള്ളിയിലേക്കുള്ള വഴിയാണെങ്കിലും. ഈ പാലമൊക്കെ കണ്ടോ, ഇവിടെ നോക്കുമ്പോൾ ശരിക്കും നമുക്ക് ഈ ഐലൻഡ് ഇങ്ങനെ കാണാൻ പറ്റും. നമ്മളിപ്പോൾ കടലിലാണ് നിൽക്കുന്നത് ആക്ച്വലി. കണ്ടോ, ഇത് കണ്ടോ ഈ ഒരു ടൈപ്പ് മീൻ നമ്മൾ നാട്ടിൽ ലക്ഷദ്വീപിൽ പോയപ്പോൾ ഞാൻ ഈ ഒരു ടൈപ്പ് മീനിനെ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ജെട്ടിയിൽ വന്ന് ഇറങ്ങിയപ്പോൾ അവിടെയും കണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പള്ളീൻ്റെ അകത്തേക്കൊന്ന് കയറിട്ടോ. ശരിക്കും അകത്ത് കയറിയപ്പോഴാണ് നമ്മൾ ഇതുപോലൊരു പള്ളി മുമ്പ് കണ്ടതായിട്ട് എനിക്കൊരു ഓർമ്മയില്ല കേട്ടോ. അതായത് ഭയങ്കര കളർഫുള്ളാണ് ചുമരുകൾ മൊത്തത്തിൽ. ചുമരുകൾ മുഴുവനും തൂണുകളും എല്ലാം ഈ ഖുർആൻ വചനങ്ങളൊക്കെ ആലേഖനം ചെയ്തിട്ട് വെച്ചിരിക്കുക കേട്ടോ. അത് അടുത്ത് പോയി നോക്കുമ്പോൾ ടൈലിൽ ഡയറക്റ്റ് പ്രിൻ്റ് ചെയ്തതുപോലെ ഉണ്ട്. അത് കറക്റ്റ് ചെയ്തത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും ഇങ്ങനൊരു പള്ളി ഞാൻ മുമ്പ് കണ്ടതായിട്ട് ഓർക്കുന്നില്ല. അത്യാവശ്യം വലിയൊരു പള്ളി. പിന്നെ ആ പള്ളീൻ്റെ ഒരു സൈഡിൽ നമുക്കിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഒരു ബാൽക്കണി പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങോട്ട് ഇറങ്ങാൻ പറ്റും. ഇങ്ങോട്ട് ഇനി കടലാണ്. ഇവിടെ മുൻപുള്ള ഏതോ ഒരു പഴയൊരു നിർമ്മിതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കാണാനുണ്ട്. ഒരു പാറക്കെട്ടൊക്കെ ഉണ്ട്. ആ ഭാഗത്തേക്ക് നമ്മുടെ മലേഷ്യയുടെ മെയിൻലാൻഡ് ആണോ എന്ന് സംശയമുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഏകദേശം ആ ഭാഗത്തു നിന്നാണ് ഇങ്ങോട്ട് ബോട്ടിൽ വന്നത് എന്നാണ്. അങ്ങനെ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ വീണ്ടും വണ്ടിയിൽ കയറിയിട്ട് പുറപ്പെട്ടു കേട്ടോ. പിന്നെ ഇവിടെ അങ്ങനെ കുറേ ടൂറിസ്റ്റുകൾ വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവർക്കൊരു സ്ഥിരം റൂട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ നമുക്ക് എവിടെയൊക്കെ പോകണമെന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നമ്മൾ ഡ്രൈവർക്ക് കൊടുത്തേക്കുവാണ്. അപ്പോൾ അത് പ്രകാരം പുള്ളി ഇങ്ങനെ കൊണ്ടുപോവാണ്. ഇപ്പോൾ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം കണ്ടോ, ഇത് ശരിക്കും ചെറിയ ചെറിയ വീടുകളിലെ ചെറിയ വില്ലേജ് പോലെ കേട്ടോ. നല്ല ഭംഗിയാണ്. നമ്മൾ ഇവിടെ പുലാക്കറ്റം പോയ പോലെ തന്നെ നല്ല പൂച്ചെടികളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. വീതി കുറഞ്ഞ റോഡാണ് കേട്ടോ. അത്രേ ആവശ്യം ഉണ്ടാവുള്ളൂ, അത്രേ ഇവിടെ ജനത്തിരക്ക് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടായിരിക്കാം. ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി ദൂരം ഓടിയതിന് ശേഷം ഒരു ചൈനീസ് ടെമ്പിളിലെത്തി കേട്ടോ. ഇത് ഇവിടുത്തെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ചൈനീസ് ടെമ്പിളാണ് കേട്ടോ. അതായത് മലേഷ്യയുടെ മെയിൻലാൻഡിൽ നിന്നൊക്കെ കോലാലംപൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇങ്ങോട്ട് തീർത്ഥാടകർ വരാറുണ്ട് അത്രേ. ഇതതിൻ്റെ കവാടാണ്. ഇവിടെ കണ്ടോ ഒരു മീൻ പിടിക്കുന്ന ഒരു ചൈനക്കാരൻ, ചൂണ്ടയിടുന്ന ഒരു ചൈനക്കാരൻ്റെ ശില്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് കേട്ടോ. എന്തായാലും നമുക്ക് അകത്തേക്ക് പോവാം. ഇവിടെ മീൻ ഇവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. മീനിന് പ്രത്യേകിച്ച് ഈ ഐലൻഡിലത്തെ ആൾക്കാർ മീൻപിടുത്തം തൊഴിലാക്കിയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ് കേട്ടോ. ഇവിടെ മെജോറിറ്റി മലായ് പീപ്പിൾസ് തന്നെയാണ്, പക്ഷേ കുറേ ചൈനക്കാരുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചൈനീസ് മുസ്ലിംസ് ഉണ്ട് കേട്ടോ. കുറേ ചൈനീസ് മുസ്ലിം പള്ളി ഒക്കെ ഉണ്ട് അത്രേ. നമുക്ക് അതൊക്കെ പോയി കാണണം. മീൻ ഒരു ആരാധിക്കുന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് ഫുഡ് വാങ്ങി കൊടുക്കാം. ഇതെന്താ സാധനം? ഇവിടെ വരുന്നവരൊക്കെ ഒരു നേർച്ച പോലെ ചൈനീസുകളൊക്കെ ഓക്കെ 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 ഒരു രസത്തിന്. ഇതാണോ ഈ ടെമ്പിളിൻ്റെ പ്രധാനപ്പെട്ട കെട്ടിടം അല്ലേ? പുറകിൽ നല്ല കാടാണ് കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. അതിൻ്റെ കവാടങ്ങളൊക്കെ കണ്ടോ, ഇങ്ങനെ ഈ കല്ല് പോലെ വലിയ പാറക്കല്ല് പോലെയുണ്ട് കവാടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല രസമുണ്ടല്ലേ കാണാൻ. പുറകിൽ കാടാകുമ്പോൾ പശ്ചാത്തലത്തിൽ കാടായതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഈ സൈഡില് ചൈനീസിന്റെ ഹിസ്റ്ററിക്കലായിട്ടുള്ള മോണുമെന്റ്സ് കുറെ റെപ്ലിക്ക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചൈനയുടെ ഗ്രേറ്റ് വാള്, പിന്നെ അവരുടെ പഗോഡ ബിൽഡിംഗ്, അങ്ങനെ കുറെ റെപ്ലിക്ക അവർക്ക് അവരുടെ ചൈനയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോണുമെന്റ്സ്, ഇതൊക്കെ പഴയ ഹിസ്റ്ററിക്കൽ മോണുമെന്റ്സ്, അതിന്റെ ഒക്കെ റെപ്ലിക്ക അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെ ഒരു വാട്ടർ ബോഡി ഉണ്ട് കേട്ടോ. വെള്ളക്കെട്ടുണ്ട്, ഒരു കുളം പോലെ സംഭവം. അതിന്റെ സെൻട്രിൽ കൂടി ഒരു പാലമുണ്ട്. ഇതിന്റെ മുകളിൽ നിന്നിട്ട് നമുക്ക് മീനുകൾക്ക് തീറ്റ കൊടുക്കാം അല്ലേ? ഇതെന്ത് മീനാ? പലതരം മീനുണ്ടോ? ഇത് നമ്മുടെ നാട്ടിലെ മറ്റേ സിലോപ്പി എന്ന് പറയുന്ന സാധനം, തിലാപ്പിയ. പിന്നെ സിൽവർ ആവോലി എന്ന് പറഞ്ഞിട്ടുള്ള നെട്ടർ എന്നൊക്കെ പറയും. അത് വാള, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. കുറച്ചുകൂടെ വെളിച്ചുള്ള സമയമാണ് എല്ലാത്തിനും ശരിക്കും കാണാൻ പറ്റൂലേ? അത് പൊളിച്ചു. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. ഇവിടെ ഒരു ആമേനെ കണ്ടിട്ടോ. അപ്പൊ മുജീബ് കുറെ ആയിട്ട് ആമയുടെ വായിൽ മീൻ അറിയുന്നുണ്ട്. അടുത്തെത്തിയപ്പോഴല്ലേ മനസ്സിലായത് ആമയുടെ തലയാണെന്ന്. ആമയുടെ സ്വന്തം തലയാണ്. മുജീബ് വിചാരം ആമ ഒരു മീനിനെ കടിച്ചു പിടിച്ച് വരികയാണെന്നാണ്. എവിടെ ആമ?
പിന്നെ നമ്മൾ ചൈനീസ് ടെമ്പിളിൻ്റെ അകത്തൊക്കെ ഒന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങി എല്ലാം ഒന്ന് കണ്ടിട്ട് പുറത്തിറങ്ങി കേട്ടോ. ഈ ടെമ്പിളിൻ്റെ മുറ്റത്തുള്ള വിശാലമായൊരു മൈതാനത്തിൽ കുറേ കുട്ടികളൊക്കെ ഓടിക്കളിക്കുന്നൊക്കെ ഉണ്ട്. അതൊക്കെ കുറച്ച് നേരം നോക്കി നിന്ന് ഇവിടെ നല്ലൊരു ആംബിയൻസ് ആട്ടോ. പിന്നെ അത് മാത്രമല്ല ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ എത്തിയ സമയം നല്ലൊരു ക്ലൈമറ്റുമാണ്. ഭയങ്കര ചൂടൊന്നുമില്ല, വലിയ കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റാണ്. മഴയില്ല, വെയിലുമില്ല. വെയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമയം ഏകദേശം ഒരു 5 മണി കഴിഞ്ഞിട്ട് 5:30-6 മണിയൊക്കെ ആയി. അതുകൊണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. അവിടുന്ന് വണ്ടി എടുത്ത് വീണ്ടും ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് ഡ്രൈവ് ചെയ്ത് നമ്മൾ വേറൊരു സ്ഥലത്ത് എത്തിട്ടോ. ഇതും ഒരു ആരാധനാലയമാണ്. ഇതൊരു ഹിന്ദു മതവിശ്വാസികളുടെ അമ്പലമാണ് കേട്ടോ. ശ്രീ പാതിര കാളിയമ്മൻ ടെമ്പിൾ ഇതാണ് കേട്ടോ ആ അമ്പലം. ആക്ച്വലി മുമ്പിലേക്ക് അങ്ങോട്ട് കടലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിൽ നിന്ന് തിര വന്നിട്ട് ഈ ദ്വീപിനെ ഇവിടുത്തെ ആൾക്കാരെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഈ രീതിയിൽ. അതാണ് ഇത്ര ഈ ഒരു അമ്പലത്തിൻ്റെ ഒരു ലക്ഷ്യം. തൊട്ട് ബാക്കിലുള്ളത് ഒരു സ്കൂളാണ്, തമിഴ് സിലബസ് ഉള്ള സ്കൂളാണ് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മലേഷ്യയുടെ മെയിൻലാൻഡിലേതുപോലെ തന്നെ ഒരു വലിയൊരു വിഭാഗം തമിഴ് കമ്മ്യൂണിറ്റിയും കൂടി ജീവിക്കുന്ന ഒരു ഐലൻഡാണിത്. അതുകൊണ്ട് അവർക്കുള്ള ഒരു ടെമ്പിളാണിത്, ശ്രീ പാതിര കാളിയമ്മൻ ടെമ്പിൾ. അങ്ങനെ ആ കാളിയമ്മൻ ക്ഷേത്രം കണ്ടതിന് ശേഷം വീണ്ടും നമ്മൾ വണ്ടി എടുത്തിട്ട് കുറച്ച് ദൂരം വന്നിട്ടോ. നമ്മൾ ഭയങ്കര ഫാസ്റ്റായിട്ട് ഓടുകയാണ് കേട്ടോ. കാരണം നമ്മൾ പുലാവക്കത്തം പോയ പോലെ തന്നെ തിരിച്ചു പോകാനുള്ള ഫെറീൻ്റെ ഒരു ലാസ്റ്റ് ടൈം നമുക്കുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമ്മളിവിടെയൊക്കെ ഒന്ന് ഓടിപ്പിടിച്ച് കണ്ടിട്ട് വേണം നമുക്ക് ഫെറി പിടിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ നമ്മൾ വീണ്ടും വന്നേക്കുന്നത്. ഒരു ആരാധനാലയം തന്നെയാണ്, പക്ഷേ ഇത് കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മുസ്ലിം പള്ളിയാണ്, പക്ഷേ ചൈനീസ് മുസ്ലിമാണ്. അതായത് ചൈനക്കാർ, മുസ്ലിങ്ങളായിട്ടുള്ള ചൈനക്കാർ അവരുടെ സ്വന്തം പള്ളി, ചൈനക്കാരുടെ മുസ്ലിം പള്ളിയാണ് കേട്ടോ. അതായത് കോലാലംപൂരിലൊക്കെ ചൈനീസ് ആയിട്ടുള്ള മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവരൊക്കെ സാധാരണ മറ്റു പള്ളിക്ക് തന്നെയാണ് പോകുന്നത്. ഇവിടെ അവർക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കിയ ചൈനീസ് മുസ്ലിം പള്ളിയാണ്. ഇവിടെ കണ്ടോ ഈ ചുവപ്പ് കളറിന് ചൈനക്കാർക്കുള്ള ഇമ്പോർട്ടൻസ് നമുക്കറിയാലോ. എല്ലാ സ്ഥലത്തും അവരുടെ ഈ ഒരു കളറായിരിക്കും പ്രകടമായിട്ടുണ്ടാവുക. നമ്മൾ ഫസ്റ്റ് ചൈനീസ് ടെമ്പിളിൽ പോയപ്പോഴും അവിടെയൊക്കെ അതിൻ്റെയൊക്കെ ഈ ഒരു കളറാണ് ഉണ്ടാവുക. അപ്പോൾ മുസ്ലിം പള്ളിക്കാണെങ്കിലും അവരുടെ ആ ഒരു കളറ് ഇത് തന്നെയാണ്. ആ ഒരു കടും ചുവപ്പ് നിറത്തിലാണ് ഭാഗങ്ങളും കൊടുത്തിട്ടുള്ളത്. നമുക്കതിൻ്റെ ജസ്റ്റ് അകത്തേക്ക് കയറാൻ പറ്റുമോ നോക്കട്ടെ. പറ്റുകയാണെങ്കിൽ കയറി വെക്കാം. എന്തെങ്കിലും വ്യത്യസ്തതകൾ ഉണ്ടോയെന്ന് അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ചൈനീസ് മുസ്ലിം പള്ളി കാണുന്നത്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ ആരൊക്കെയോ ഇങ്ങോട്ട് കയറി വന്നിരുന്നു. യെസ്, ഇത് നമ്മൾ നേരത്തെ ആ കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു പള്ളിയിൽ പോയില്ലേ, ഏകദേശം അതിൻ്റെ പോലെ തന്നെ കേട്ടോ. ചുമരിലൊക്കെ മൊത്തത്തിൽ ഈ ഖുർആൻ വചനങ്ങളൊക്കെ ആലേഖനം ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ് വ്യത്യസ്തത എന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. എന്തെങ്കിലും അന്വേഷിച്ചു? ഞാൻ അന്വേഷിച്ചപ്പോൾ ഇവിടെ വെള്ളിയാഴ്ച നിസ്കാരമുണ്ട്, ജുമ നിസ്കാരമുണ്ട്. കുത്തുബ ചൈനീസ് ഭാഷയിലാണ് കേട്ടോ. ചൈനീസ് ഭാഷയിൽ കുത്തുബ അറിയില്ലേ? ഓക്കെ ഓക്കെ. ഇദ്ദേഹം ചൈന മലായിക്കാരനാണ്, ജോലിക്കാരനാണ്, കെയർടേക്കറാണ്. നമ്മൾ സാധാരണ പള്ളിയിൽ കാണുന്ന പോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ഇവിടെ വന്നിട്ടാണ് ഈ ചുമരിൽ ഇങ്ങനെ ഇത്രയും ഈ വാചകങ്ങൾ എഴുതി വെച്ച് നമ്മൾ കണ്ടു കേട്ടോ. മറ്റേ പള്ളിയിൽ കണ്ടായിരുന്നു, ഇവിടെ ഉണ്ട്. ഇവിടെ കണ്ടോ ഈ ഖുർആൻ വചനങ്ങളൊക്കെ എഴുതിയിട്ട് അതിൻ്റെ ട്രാൻസ്ലേഷനൊക്കെ കണ്ടോ, ചൈനീസ് ഭാഷയിൽ എഴുതി വെച്ചേക്കാണ് കേട്ടോ. വേറൊരു പണി കിട്ടിട്ടോ. അതായത് ഇന്ന് ഞായറാഴ്ചയാണ്. നമ്മളിവിടെ കാണണമെന്ന് വിചാരിച്ചിരുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഇന്ന് കാണാൻ പറ്റില്ല. അത് കാണാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ലായിരുന്നു. നമ്മൾ കുറച്ച് ആരാധനാലയങ്ങൾ മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ചു പോകാനുള്ള ഫെറിയുടെ ടൈമായിട്ടോ. ജസ്റ്റ് 2 മിനിറ്റ്സിൽ ഫെറി പുറപ്പെടും. നമ്മൾ തിരിച്ചിങ്ങോട്ട് മെയിൻലാൻഡിലേക്ക് തന്നെ വന്നു കേട്ടോ. ഇത് നമ്മളിപ്പോൾ ആ ഫെറി കയറിയ ആ ജെട്ടീൻ്റെ അവിടെയാണ്, പോർട്ടിൻ്റെ അവിടെയാണ്. എത്രങ്ങാനും വലിയ ഏരിയ ആണെന്നറിയോ. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഓടിപ്പോയത് കാരണം ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഇവിടെ അങ്ങോട്ട് ഒരുപാട് ഭാഗത്തേക്ക് അങ്ങനെ പരന്ന് കിടക്കുന്നുണ്ട് ഈ പാർക്കിംഗ് ഏരിയ. അപ്പോൾ ഒരു ദിവസം ഒരുപാട് ആൾക്കാർ അങ്ങോട്ട് ആ ഐലൻഡിലേക്ക് പോകുന്നുണ്ട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട്. ടൂറിസ്റ്റുകളായിട്ടും അതുപോലെ അവിടെ വല്ല ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് അവിടുത്തെ കുറേ പ്രോഡക്റ്റ്സൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്, ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്, അങ്ങനത്തെ ബിസിനസ്സുകാരൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ഡെയിലി പോകുന്നത് കൊണ്ടാണ് ഇവിടെ അവരുടെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ഏരിയ.
അതുപോലെ തന്നെ ആ ഐലൻഡിൽ കറണ്ട് ഇവിടുന്ന് കൊണ്ടുപോകുന്നതാണ്, അതുപോലെ തന്നെ കുടിവെള്ളവും ഇവിടുന്ന് കൊണ്ടുപോകുന്നതാണ് കേട്ടോ. ഈ വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ വലിയ പൈപ്പ് ഇട്ടിട്ട് അതുവഴിയാണ് കുടിവെള്ളമൊക്കെ ആ ഐലൻഡിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. അങ്ങനെ അവിടുന്ന് വണ്ടി എടുത്ത് പോന്നിട്ട് നമ്മളിപ്പോൾ ലുമൂട്ട് എന്ന് പറയുന്ന ഒരു ടൗൺ കേട്ടോ, ചെറിയൊരു ടൗൺ, അവിടെ എത്തി. ഇവിടെ വന്നിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഭയങ്കര ഒരു സമാധാനമുള്ള സ്ഥലമാണ് കേട്ടോ. റോഡുകളൊന്നും ഭയങ്കര തിരക്കില്ല, വലിയ ട്രാഫിക്കൊന്നുമില്ല, വളരെ കുറച്ച് വണ്ടികൾ ഇങ്ങനെ പോവാണ്. നമ്മളിപ്പോൾ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ കറക്റ്റ് ടൈമിലൊക്കെ എത്താൻ പറ്റും, ട്രാഫിക് ബ്ലോക്കിലൊന്നും പെടില്ല. അങ്ങനെ ഒരു സമാധാനമുള്ള ചെറിയ ടൗണാണ് ലുമൂട്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ പോയ പാങ്കോർ ഐലൻഡിലേക്ക് പോകാനുള്ള ഫെറി കിട്ടുന്ന ഒരു ജെട്ടി ഈ ഭാഗത്തുണ്ട് കേട്ടോ. ഈ വഴിക്ക് അങ്ങോട്ട് നടന്നു പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ജെട്ടി ഉണ്ട്, അവിടുന്ന് നമുക്ക് പാങ്കോറിലേക്ക് പോകാനുള്ള ഫെറി കിട്ടും. ഇവിടെ നമുക്ക് ഒരു ഷോപ്പിൽ പോകണം, അൽ റിസ്ക് കണ്ടോ, ഈ മൂലൊക്കെ കാണുന്ന ഷോപ്പ്. നമ്മൾ പാങ്കോർ ഐലൻഡിൽ പോയിട്ട് പ്രധാനമായിട്ടും കാണണമെന്ന് വിചാരിച്ചത് ഒരു ഉണക്കമീൻ ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ് കേട്ടോ. അപ്പോൾ അതിലുള്ള ഒരു പ്രധാന ഐറ്റം എന്ന് പറഞ്ഞത് നമ്മളെ നത്തോലില്ലേ, നത്തൽ, അത് ഉണക്കിയതാണ് അവിടെ അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോഡക്റ്റ് കേട്ടോ. അറിയാലോ, മലേഷ്യക്കാരുടെ ഭക്ഷണത്തിൽ ഉണക്കമീനിലെ പ്രാധാന്യം ഭയങ്കരമാണ്. അതിൽ തന്നെ ഈ പറഞ്ഞ ചെറിയ നത്തൽ എന്ന് പറയുന്ന മീനിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ നത്തൽ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ കിട്ടുന്നത് ഈ പാങ്കോർ ഐലൻഡിൽ നിന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഷോപ്പ് ഇവിടെ കാണാം. ഇതെനിക്ക് പറഞ്ഞാൽ പ്രധാനമായിട്ടും മീനും കൊണ്ടുണ്ടാക്കിയ മറ്റുള്ള ഉൽപ്പന്നങ്ങളും വിൽക്കുന്ന കടയാണെന്നാണ് കേട്ടോ. ഇതൊക്കെ ഇതാണോ, ഇക്കംബിലീസ് തന്നെയാണോ? ഇത്രയും വെറൈറ്റീസാ? 48 വേറെ വേറെ മീനല്ലേ, അതോ ഈ ചെറിയ മീൻ തന്നെ 48 വെറൈറ്റി ഉണ്ടോ? ആണോ? ഒയ്യോ, അത് വേറെ ഐറ്റമാണ്. ഇതില് ഇവരുടെ എല്ലാ ഭക്ഷണത്തിലുണ്ടോ ഈ മീൻ? എല്ലാ ഭക്ഷണത്തിലില്ല, എന്നാലും ഒരുവിധമൊക്കെ അല്ലേ? അതല്ലാതെ അത് അതിന്റെ ഒരു നമ്മുടെ നാട്ടില് ചമ്മന്തി മാതിരി ഒരു സാധനം ഉണ്ട് ഇവിടെ, സമ്പല് എന്ന് പറയുന്ന സാധനം. അപ്പൊ അതിൽ ഈ കമ്പിളീസ് അവർ ബ്ലെൻഡ് ചെയ്തിട്ടിടും. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് എല്ലാത്തിനും അതിലൊരു മണമുള്ള സ്മെല്ല് ഫീൽ ചെയ്യുന്നത്. പല ഭക്ഷണം കഴിക്കുമ്പോഴും നമുക്ക് ഇതിന്റെ സ്മെല്ല് ഫീൽ ചെയ്യുന്നുണ്ട്. ആ സാധനം അവിടെ ഉണ്ടാവും, ആ സാധനം ഏത് റെസ്റ്റോറന്റിലും അതിലുണ്ടാവും, അതുകൊണ്ടാണ് അതിന്റെ മണം വരുന്നത്. എല്ലാത്തിലും ഉണക്കമീനൊന്നും. പക്ഷെ ഇവർക്കിത് നിർബന്ധമാണല്ലേ? എല്ലാവർക്കും ഇല്ല, എന്നാലും ഒരു ഇതാളുകൾക്കൊക്കെ. അത്യാവശ്യം നല്ല വിലയുണ്ടോ? നല്ല വിലയുണ്ട് അല്ലേ? ഇതൊക്കെ എന്താ വെറൈറ്റീസ് ഉണ്ട്. ഇതൊക്കെ 16 വെള്ളി 80, അതായത് 100 ഗ്രാമിന് 168 റിംഗിറ്റ് വരും. 168 റിംഗിറ്റ് രൂപയിൽ നോക്കുമ്പോ ഒരു 3000-ലധികം വരും. ഒരു കിലോക്ക് 3000 രൂപ വരുന്നുണ്ട്. 3500-ന്റെ അടുത്ത് 3300 ആ നിലയ്ക്ക്. 3000 രൂപയുടെ മുകളിൽ വരുന്നുണ്ട് ഇതിന്റെ വില കേട്ടോ. നിങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാക്കാനുണ്ടോ വല്ലതും കുക്ക് ചെയ്യാൻ? എന്ത് ഐറ്റംസ്? പൊരിച്ച് കഴിക്കോ? പൊരിച്ച് കഴിക്കും. പിന്നെ നമ്മുടെ പടവലങ്ങ പോലത്തെ സാധനല്ലേ, പെത്തോല, പെത്തോല, അതിൽ മിക്സ് ആക്കിയിട്ട് അടിക്കും. ആണല്ലേ? ബോറിങ് ആക്കിയിട്ട് അടിക്കും, അല്ല പൊരിച്ചിട്ട് അടിക്കും. ഇത് കണ്ടോ, ഒരു മീൻ പ്രത്യേക രീതിയിൽ പൊളിച്ചെടുത്ത് കണ്ടോ, ഉണക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പൂവിനെ പോലെ ഉണ്ട് കാണുമ്പോൾ. സൺഫ്ലവറിന്റെ ഒക്കെ പോലെ ഉണ്ടോ? തെരണ്ടി? അതെ, തെരണ്ടി മീനാത്തത്. അതിന്റെ ഉണക്കിയത് എല്ലാം ഉണക്കൽ. ചെമ്മീൻ, പൊടി ചെമ്മീൻ, പിന്നെ ചെറിയ കൂന്തല്. ഇത്രേനെ ഉള്ളത്? കുഞ്ഞിക്കൂന്തൽ. ഇതൊക്കെ എന്താണ് സ്നാക്സ് ഒക്കെ? ഇതൊക്കെ മീന? നമ്മളിത് കണ്ടായിരുന്നു. ഓക്കെ, ഇത് ഇങ്ങനെ കഴിക്കുന്ന ഐറ്റംസ് ആണല്ലേ? ഇത് കൂന്തലില് പഞ്ചസാരയും ഇതൊക്കെ ഇട്ടിട്ടുള്ള. അതെ, ജസ്റ്റ് പാക്കറ്റ് ഒടിച്ച് കഴിക്കാനുള്ള. അങ്ങനെ തന്നെ. ചെമ്മീൻ കൊണ്ടുള്ള സ്നാക്സ് തന്നെയാണ്. ഓഹോ, എന്താ പേര് പറഞ്ഞേ? നീലക്കണ്ണ്, മത്ത് ബീരു എന്ന് പറഞ്ഞ കണ്ണ്, ബീറു എന്ന് പറഞ്ഞ നീല. അത് ഇതിലുള്ള ഒരു വെറൈറ്റിയാണ്. അതിലൊരു ഒരു വെറൈറ്റിയാണ് അത്. ഈ നെത്തിലിയുടെ ഒരു ഏറ്റവും ഹൈ ക്വാളിറ്റി വെറൈറ്റിയാണ് ഈ മത്ത് ബീറു എന്ന് പറഞ്ഞത്. അപ്പൊ അതില് പല ടൈപ്പ് ഉണ്ട്. അതിലിപ്പോ ഏറ്റവും നല്ല ടൈപ്പ് ഉണ്ട്. ഇത് 1350 ഒരു 100 ഗ്രാമില് 135 രൂപ ഒരു കിലോന്. ഒരു കിലോ 135 രൂപ. അതിപ്പോ അവരോട് വർത്തനം മറ്റേ 120 തന്നു. അങ്ങനെ അര കിലോ 60 രൂപ മേടിച്ചു. നിങ്ങളത് എങ്ങനെയാണ് കഴിക്കുക? സാധാരണ മീൻ പൊരിക്കാൻ വേണ്ടി ഒന്നും മസാല ഒന്നും മിക്സ് ചെയ്യാതെ പൊരിച്ച് കഴിക്കുന്നത്. ഈ കടയിൽ ഒരു 90% സാധനങ്ങളും ഇതുപോലെ ഈ ഉണക്കമീനുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള സാധനങ്ങളാണ് കേട്ടോ. ഇവിടെ വേറൊരു കാര്യം ഞാൻ ഇപ്പോൾ ശ്രദ്ധിച്ചതേ, ഈ ഒരു സെക്ഷനിൽ ഇരിക്കുന്നതൊക്കെ നോർമലി ഉണക്കമീൻ തന്നെ. അതിനകത്ത് മിക്കവാറൊക്കെ ഈ പറഞ്ഞ ഇക്കംബിലീസ്, ആ ചെറിയ നത്തോലി ഉണക്കിയത് തന്നെയാണ്. ഇവിടെ കണ്ടോ, ഇപ്പുറത്ത് കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. ഈ ഇരിക്കുന്ന ഐറ്റംസ് കുറച്ച് സ്പെഷ്യലാണ്. വേറെ ഒന്നുമല്ല, നത്തോലിൻ്റെ തന്നെ പലതരം വെറൈറ്റീസാണ്. പക്ഷേ ഇതെല്ലാം ഉണക്കിയതിന് ശേഷം പൊളിച്ചിട്ടുണ്ട് കേട്ടോ.
കണ്ടോ മീനൊന്ന് സെൻറ്ററിലൊന്ന് പൊളിച്ചിട്ടുണ്ട്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റ് കളയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വില ഏകദേശം ഇരട്ടിയിൽ കൂടുതലാവുന്നുണ്ട്. അപ്പുറത്ത് നോർമലി ഉള്ള മീനിൻ്റെ വില 80 റിങ്കിറ്റാണ് ഒരു കിലോക്കെങ്കിൽ, ഇവിടെ അത് 180 ആവുന്നുണ്ട്. ഇരട്ടിയിലധികം പ്രൈസ് വരുന്നുണ്ട് കേട്ടോ. ചില ആൾക്കാർക്ക് ഇത് പൊളിച്ചിട്ട് വേസ്റ്റ് കളഞ്ഞത് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അത്ര ഇങ്ങനെ അവർ ചെയ്യുന്നത്. ഇത് മാനുവലി ആണ് പൊളിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ ശരിക്കും അന്തം വിട്ടുപോയത്. ഈ സുഹൃത്ത് പുള്ളിയൊക്കെ ആ പണി ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അവർ മാനുവലി ഇരുന്ന് കൈ കൊണ്ടാണ് ഇങ്ങനെ പൊളിക്കുന്നത് ഈ കുഞ്ഞു മീനിനെ. അങ്ങനെ മീനിൻ്റെ കഥകളൊക്കെ കേട്ടതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. രാത്രിയായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇനി നേരെ കോലാലംപൂരിലേക്ക് പോവാണ്. പങ്കോറ ഐലൻഡിലേക്ക് പോയപ്പോൾ നമുക്കുണ്ടായിരുന്ന പ്ലാൻ ശരിക്കും നടന്നില്ല കേട്ടോ. അതിനകത്ത് പ്രധാനപ്പെട്ട കാരണം ഒന്ന് ഇന്ന് ഞായറാഴ്ച ആയിരുന്നു. പിന്നെ അത് മാത്രമല്ല നമ്മൾ കുറച്ചുകൂടി നേരത്തെ ഉള്ള ഫെറിക്ക് പോവേണ്ടിയിരുന്നു. നമുക്ക് അവിടെ കുറച്ചധികം സമയം ആവശ്യമുണ്ടായിരുന്നു. ഈ 2 കാരണങ്ങൾ കൊണ്ട് നമുക്ക് അധികം ഒന്നും കാഴ്ചകൾ അവിടെ കാണാൻ പറ്റില്ല. എന്നാലും കുറേയൊക്കെ എന്തൊക്കെയോ നമ്മൾ കണ്ടു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.